ഇപ്പോൾ മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി അവാർഡ് നേടിയ സൈനോര നമ്മോടൊപ്പമുണ്ട്. സൈനോര, സ്വാഗതം, അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. എന്താണ് ആ കഥാപാത്രത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഒരു വിദേശ സ്വഭാവമുള്ള ആ കുട്ടിയിലേക്ക് പരകായ പ്രവേശം നടത്തിയതിൻ്റെ ചില ശബ്ദ ശകലങ്ങളാണ് ഒരുപക്ഷെ ജൂറിയെ തന്നെ ഈ പുരസ്കാരത്തിലേക്ക് നയിച്ചത്. എങ്ങനെയാണ് അതേക്കുറിച്ചൊന്ന് പറയാൻ ആകുന്നത് ഈ ഘട്ടത്തിൽ? ഇത് ആക്ച്വലി ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടറോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. ഒരു ഡിഫറെന്റ് ഒരു സ്വഭാവമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ വോയിസ് എങ്ങനെ നമുക്ക് മാക്സിമൈസ് ചെയ്ത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനിത് ഒരു വോയിസ് ടെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ആക്ച്വലി പോകുന്നത്. ഇത് ചിലപ്പോൾ നടക്കുമായിരിക്കും, ചിലപ്പോൾ നടക്കില്ലായിരിക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ പോയിട്ട് അത് ചെയ്തത്. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ വരുന്ന ഡിഗാമ എന്ന് പറഞ്ഞ ക്യാരക്ടറിനും ഞാൻ തന്നെയാണ് ആ വോയിസ് കൊടുത്തിരിക്കുന്നത്. ഹാപ്പിനെസ് തന്നെ എന്താ എനിക്ക് അറിയില്ല എങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. ഞാൻ 21 വർഷമായി ആക്ച്വലി പ്ലേ ബാക്ക് സിംഗിങ് ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നത് ഡബിങ്. അപ്പൊ അതിന്റെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഡബിങ് ഇപ്പൊ ഞാൻ ഒരുപാട് ഇപ്പൊ ചെയ്യുന്നുണ്ട്. ഇപ്പം ലോക്കയിലും ഓടുംകുതിര ചാടുംകുതിരയിലൊക്കെ കല്യാണിക്ക് ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് ഒരു പുതിയൊരു ഓപ്പണിംഗ് ആണ് എന്റെ ഒരു കരിയറിലുള്ള. നമ്മളൊക്കെ സൈനോരെ കാണുന്ന ഒരു ഗായിക എന്നുള്ള നിലയിലാണ്, അവാർഡ് ലഭിക്കുന്ന ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ അതെ. അത് പക്ഷെ കുഴപ്പമില്ല, രസമല്ലേ അങ്ങനെ ഒരു ഡിഫറൻസോട് കൂടിയിട്ട് പോകാൻ പറ്റുന്നത്. എനിക്ക് ഇഷ്ടമായി അത്. അതെ അതെ അതെ, തീർച്ചയായും. എല്ലാം ശബ്ദത്തിന്റെ ഒരു സൗന്ദര്യം തന്നെയാണല്ലോ അല്ലേ? അതെ അതെ അതെ. ഏതായാലും വോയിസ് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ. അപ്പോൾ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ഇപ്പോൾ ഒരു അവാർഡ് ലഭിക്കുമ്പോൾ ഇനിയിപ്പോൾ ഡബ്ബിങ്ങിലായിരിക്കുമോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? ഇല്ലപ്പാ, എന്താണോ വരുന്നത് അത് ഞാൻ എന്റെ മാക്സിമം എന്റെ ടാലന്റിനനുസരിച്ച് ഞാൻ മാക്സിമം 100% സത്യസന്ധമായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എന്താണോ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് അതിനെ നോക്ക് ഡൗൺ ചെയ്യാണ്ട് അതിനെ മാക്സിമം സ്നേഹിച്ച് സത്യസന്ധതയോട് കൂടിയിട്ട് അതിനെ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്കിയൊക്കെ നമ്മളെ കയ്യിലല്ല. താങ്ക് യു. ഓക്കെ സൈനോര. ശരി.